മിഡിൽ ഈസ്റ്റിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അമേരിക്കൻ ഭരണകൂടം നേരത്തെ അവകാശപ്പെട്ടതിനേക്കാൾ ഗുരുതരമാണ് എന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാവുകയാണ്. യുദ്ധം തുടങ്ങിയത് മുതൽ 15 US സൈനിക സൈറ്റുകളിലായി കുറഞ്ഞത് 228 നിർമ്മിതികളും ഉപകരണങ്ങളും തകരുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഹാംഫറുകൾ, ബാരക്കുകൾ, ഇന്ധന ഡിപ്പോകൾ, വിമാനങ്ങൾ, നിർണായക റഡാർ, വാർത്താവിനിമയ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് നേരെയാണ് ഇറാൻ ആക്രമണം അഴിച്ചുവിട്ടത്. ബഹ്റൈനിലെയും കുവൈറ്റിലെയും പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. യുദ്ധം ആരംഭിച്ച ശേഷം മിഡിൽ ഈസ്റ്റിലുടനീളം നടന്ന ഇറാനിയൻ ആക്രമണങ്ങൾ 7 US സർവീസ് അംഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു. അതായത് 6 പേർ കുവൈറ്റിലും ഒരാൾ സൗദി അറേബ്യയിലുമാണ് ഈ കൊല്ലപ്പെട്ടത്. 400-ലധികം സൈനികർക്ക് പരിക്കേറ്റിരുന്നു. ഇറാൻ ഔദ്യോഗികമായി പുറത്തുവിട്ട സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ അനുസരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് പരിശോധിക്കുകയും ഈ ദൃശ്യങ്ങളെ പരിശോധിക്കുകയും യൂറോപ്യൻ യൂണിയന്റെയും പ്ലാനറ്ററി ലാബ്സിന്റെയും ചിത്രങ്ങളുമായി താരതമ്യം ചെയ്ത് അവ ആധികാരികതയോടെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഖത്തറിലെ അൽ ഉദൈർ വ്യോമതാവളത്തിലെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സൈറ്റ്, ബഹ്റിനിലെ US നേവിയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്തുള്ള സാറ്റലൈറ്റ് ഡിഷ്, കുവൈറ്റിലെ ക്യാമ്പ് ബ്യൂണറിലെ പവർ പ്ലാന്റ് എന്നിവ ആക്രമിക്കപ്പെട്ടവയിൽ ഉൾപ്പെടുന്നു. ജോർദാനിലും UAE-യിലുമുള്ള താഡ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും നാശനഷ്ടങ്ങളും സംഭവിച്ചതായും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ അതീവ കൃത്യതയുള്ളതായിരുന്നുവെന്നും യാദൃച്ഛികമായി വീണ മിസൈലുകൾ ഒന്നും തന്നെ ഇല്ല എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ആധുനിക ഡ്രോൺ യുദ്ധമുറകളുടെ പൊരുത്തപ്പെടുന്നതിൽ അമേരിക്കൻ സൈന്യത്തിന് സംഭവിച്ച പിഴവുകളും ചില താവളങ്ങളുടെ സുരക്ഷാ കുറവുമാണ് നാശനഷ്ടങ്ങൾ ഇത്രയും അധികം വർദ്ധിക്കാൻ കാരണമെന്ന് അവർ വിലയിരുത്തുന്നു. വാർത്തകൾ പുറത്തു വരുന്നത് നിയന്ത്രിക്കുവാനും US സർക്കാർ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഏതായാലും ഹോർമൂസിൽ 3 അമേരിക്കൻ നാവിക കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ കപ്പലുകളെ ആക്രമിച്ച ഇറാനെ വിമർശിച്ചായിരുന്നു ട്രംപിന്റെ പ്രതികരണം എത്തിയത്. ആക്രമണത്തിൽ അമേരിക്കയുടെ കപ്പലുകൾക്ക് ഒന്നും സംഭവിച്ചില്ല എങ്കിലും ആക്രമണം നടത്തിയ ഇറാന് കനത്ത നാശനഷ്ടമുണ്ടായി എന്നും ട്രംപ് പറയുന്നു. ഇറാന്റെ ഡ്രോണുകളെയും മിസൈലുകളെയും നിമിഷ നേരം കൊണ്ട് പ്രതിരോധിച്ചു എന്ന് ട്രംപ് പറയുകയുമുണ്ടായി. എന്തായാലും അമേരിക്കയുടെ ആക്രമണത്തെ കുറ്റപ്പെടുത്തിയും ഇറാനും രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തി വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നാണ് ഇറാന്റെ ആരോപണം. എന്തായാലും സിവിലിയൻ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത് US നടപടി തിരിച്ചടിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കി. ഇതോടെ ഹോർമൂസ് കടലിടുക്കിൽ വീണ്ടും സംഘർഷ അവസ്ഥ രൂക്ഷമാവുകയാണ്.